ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്, അതായത് പുളിയിഞ്ചി. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഷേപ്പിലാണോ അരിയാൻ ഇഷ്ടം അതുപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ ഈ സ്ലൈസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തത്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം വേണ്ടി വരും അതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി അരിയുന്ന ടൈമിൽ ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയുക. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇഞ്ചി ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും ഇത് കോരി മാറ്റാം. പിന്നെ നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് മുന്നേ ആയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ കോരി എടുക്കുന്ന ടൈമിൽ തീ കൂട്ടി വെച്ചിട്ട് കോരി എടുക്കുക, കരിഞ്ഞു പോവരുത്. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഏകദേശം ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഇതിനകത്ത് നിന്നൊന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മൾ ഇഞ്ചിയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് അങ്ങ് പൊടിച്ചെടുക്കരുത്, ചെറിയൊരു തരി വേണം, എന്നാലാണ് നമ്മൾ ആ ഇഞ്ചിക്കറി വയ്ക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉണ്ട പുളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാനിവിടെ ചീകിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത ആ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് നിന്ന് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതായപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ് ഉലുവാപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പിഴിഞ്ഞ് ചേർക്കുന്ന ടൈമിൽ നല്ല കട്ടിയുള്ള പുളിവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതുവരെയും ഈ കൂട്ടിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തതല്ല. അപ്പോൾ ശർക്കര ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി പൊടിച്ചതാണ്. അപ്പോൾ ഇഞ്ചി പൊടിക്കുന്ന ടൈമിൽ ആ എണ്ണമയം ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കും, കുഴപ്പമില്ല. പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇഞ്ചി പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചിക്കറി ആകുമ്പോൾ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇരിക്കും തോറും കുറുക്കും. അപ്പോൾ ആവശ്യത്തിന് ഒരു ലൂസാവുന്ന പാകത്തിന്, അതായത് ഈ ഒരു പരുവത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.